മാത്യു കുഴൽനാടൻ MLA മാധ്യമങ്ങളെ കാണുന്നു തത്സമയം. അദ്ദേഹം പറ്റുമെന്ന് പറഞ്ഞു. ഈ വാഹന തട്ടിപ്പുമായി ബന്ധപ്പെട്ട് അറസ്റ്റായ പ്രതി അനന്തകൃഷ്ണൻ മാത്യു കുഴൽനാടന് 7 ലക്ഷം രൂപ നൽകിയെന്നൊരു മൊഴി ഇങ്ങനെയുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ച് നിങ്ങളുടെ പ്രതികരണം എന്താണെന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ അതിനോടുള്ള പ്രതികരണം പറയുന്നതിന് മുമ്പ് ആവർത്തിച്ച് ഞാൻ റിപ്പീറ്റഡായിട്ട് ഞാൻ ചോദിച്ചു. ഇപ്പോൾ ഏതെങ്കിലും ഒരു വാർത്തയുമായി ബന്ധപ്പെട്ട് ഒരു ചോദ്യം ഒരു പൊതുപ്രവർത്തകനോടോ അല്ലെങ്കിൽ രാഷ്ട്രീയക്കാരനോടോ ഈവൻ ഒരു ലേമാൻ സാധാരണക്കാരനോടോ ചോദിക്കുന്നതിന് ഒരു ഫൗണ്ടേഷൻ കാണുമല്ലോ. എന്താണ് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് നിങ്ങളങ്ങനെ ചോദിച്ചത്? അപ്പോൾ ഞങ്ങൾക്കിങ്ങനെ പോലീസിലെ മൊഴി അയാൾക്ക് മൊഴി കൊടുത്തു എന്നാണ് പറയുന്നത്, അപ്പോൾ അതുകൊണ്ടാണ് ഞങ്ങൾ ചോദിക്കുന്നത്. അപ്പോൾ ഞാൻ വീണ്ടും ചോദിച്ചു, പോലീസിലെ മൊഴി നിങ്ങൾ കൺഫേം ചെയ്തതാണോ? പോലീസിൽ മൊഴിയുണ്ട്. അപ്പോൾ ഞങ്ങൾ റിപ്പോർട്ടർ അത് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ റിപ്പോർട്ടർ മൊഴി കണ്ടോ? ഇതൊരു റെക്കോർഡഡ് സ്റ്റേറ്റ്മെൻറ്റ് എന്ന് ഞാൻ ചോദിക്കുകയാണ്. അപ്പോൾ അരുൺ പറഞ്ഞു റെക്കോർഡഡ് സ്റ്റേറ്റ്മെൻറ്റ് ഉണ്ട്, സ്വാഭാവികമാണല്ലോ, അതുകൊണ്ടാണല്ലോ ഞങ്ങൾ ചോദിക്കുന്നത്. ഞങ്ങളുടെ റിപ്പോർട്ടർ അത് ആ നിലയിൽ പറഞ്ഞിട്ടുണ്ട് എന്ന് പറയാം. ഞാൻ ഒരു കാര്യം പറയാൻ ആഗ്രഹിക്കുന്നത്, അതിന് ഞാൻ പ്രതികരണം ഞാൻ കൊടുത്തു. 7 ലക്ഷം രൂപ പോയിട്ട് ഒരു 7000 രൂപയോ 700 രൂപയോ 70 രൂപയോ 7 രൂപ പോലും ഞാൻ അദ്ദേഹമായിട്ട് വാങ്ങിയിട്ടില്ല എന്ന് മാത്രമല്ല, ഒരു നിലയ്ക്കും ഞാനുമായിട്ട് ബന്ധപ്പെട്ട ആരും അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല എന്ന് പറഞ്ഞു. പക്ഷെ ഇന്ന് ഞാൻ പത്രസമ്മേളനത്തിൽ പറയാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം അതല്ല. ഞാൻ എൻ്റെ ഒരു പൊതുപ്രവർത്തനം ഏകദേശം 10-25-30 വർഷവും എടുക്കുന്നതാണ്. നാളിതുവരെ നമ്മൾ ചെയ്തിട്ടുള്ളൊരു സുതാര്യമായിട്ടുള്ള അല്ലെങ്കിൽ സത്യസന്ധമായിട്ടുള്ള ഒരു പൊതുപ്രവർത്തനത്തെ നിങ്ങളെ പത്രക്കാരെ മാധ്യമങ്ങളെ നമ്മൾ റെസ്പെക്റ്റ് ചെയ്യുന്നത് നിങ്ങൾ ജേർണലിസ്റ്റ് എന്ന പൊസിഷൻ ഒക്യുപ്പൈ ചെയ്യുന്നതുകൊണ്ടാണ്. നിങ്ങളുടെ ഇൻറ്റഗ്രിറ്റി അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു പ്രൊഫഷണൽ എത്തിക്സ്, മിനിമം എത്തിക്സ് നിങ്ങൾ കാണിക്കും എന്നതുകൊണ്ടാണ് നമ്മളെ എതിർക്കുന്ന, നമ്മളെ വിമർശിക്കുന്ന ആളുകളാണെങ്കിൽ പോലും നമ്മൾ ആ രീതിയിൽ റെസ്പെക്ട് ചെയ്യണം. പക്ഷേ ഞാൻ അതിനുശേഷം ഇമ്മീഡിയറ്റായിട്ട് ആ ഫോൺ വെച്ചതിന് ശേഷം ഞാൻ ഇതുമായി ബന്ധപ്പെട്ട ഏറ്റവും ഉത്തരവാദിത്തപ്പെട്ട പോലീസ് ഉദ്യോഗസ്ഥരുമായി സംസാരിച്ചു. ഞാൻ എൻ്റെ ഒരു സ്വഭാവം വെച്ച് ഈ ഫോൺ റെക്കോർഡ് ചെയ്തൊന്ന് കാണിക്കലും കേൾപ്പിക്കലും ഒന്ന് എൻ്റെ നേച്ചറിൽ പെട്ടതല്ലാത്തതുകൊണ്ട് എനിക്കത് ചെയ്യാൻ കഴിയില്ല. ഞാനിതിൻ്റെ ഏറ്റവും ഉത്തരവാദിത്തപ്പെട്ട പോലീസ് ഉദ്യോഗസ്ഥരോട് സംസാരിച്ചു. അതുകൂടാതെ അയാളുടെ ഹയറപ്സിലുള്ള ആൾ രണ്ടാമത് ഞാൻ റീകൺഫേം ചെയ്തു. ദ കാറ്റഗോറിക്കലി ടോൾഡ് മീ ദാറ്റ് ഇന്ന് ഈ സമയം വരെയുള്ള ഇൻവെസ്റ്റിഗേഷനിൽ സാറിൻ്റെ പേര് അദ്ദേഹം പറയുകയോ ഞങ്ങളുടെ മുമ്പിൽ വരികയോ ചെയ്തിട്ടില്ല. ഏറ്റവും അതിൻ്റെ ഉന്നതനായിട്ട് ഉദ്യോഗസ്ഥൻ എന്നോട് പറഞ്ഞു, സർ അങ്ങനെ ഒരു പരാമർശം ഉണ്ടെങ്കിൽ ഇൻവെസ്റ്റിഗേഷൻ്റെ ഭാഗമായിട്ട് പോലീസ് വിൽ ബി അറ്റ് യുവർ ഡോർ സ്റ്റെപ്സ് ടു ആസ്ക് യു. ഇപ്പോൾ നിങ്ങൾ തെറ്റുകാരനാണെന്ന് കണ്ടിട്ടില്ല, ഇൻവെസ്റ്റിഗേഷൻ്റെ ഭാഗമായതിൻ്റെ യാഥാർത്ഥ്യം എന്താണെന്ന് ചോദിക്കാൻ ഞങ്ങൾ വരുമായിരുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ ദേ കൺഫേം ദാറ്റ് ഇതുവരെ അങ്ങനെ ചെയ്യും. അപ്പോൾ അതായത് ഒരു ബേസുമില്ലാതെ അന്തരീക്ഷത്തിൽ ഇങ്ങനെ ഒരു ചർച്ച ഉയർത്തിക്കൊണ്ടുവരുന്നതിന് വേണ്ടി ഈ റിപ്പോർട്ടർ ചാനൽ എന്തിനു വേണ്ടി ഇത് ചെയ്യുന്നു, ആർക്കു വേണ്ടി ഇത് ചെയ്യുന്നു? ഞാനൊരു കാര്യം പറയാൻ ആഗ്രഹിക്കുകയാണ്. ഇങ്ങനെയുള്ളവർ ചെയ്യുന്ന പ്രവൃത്തി കൊണ്ട് ഏതെങ്കിലും ഒരു വ്യക്തിയുടെ ക്രെഡിബിലിറ്റി അല്ല അഫക്റ്റഡ് ആവുന്നത്. യു ജസ്റ്റ് ടേക്ക് ഇറ്റ് ഫ്രം മീ, ദ എൻറ്റയർ മീഡിയ ഈസ് ഗെറ്റിംഗ് അഫക്റ്റഡ്. എന്നെപ്പോലുള്ള ആൾക്ക് പറയാതിരിക്കാൻ കഴിയില്ല. നിങ്ങൾക്ക് നിങ്ങളുടെ കയ്യിൽ ഈ മൈക്കും നിങ്ങളുടെ കയ്യിൽ ജേർണലിസ്റ്റിൻ്റെ ടാഗും ഉണ്ട് എന്നതുകൊണ്ട് യു ക്യാൻ ഡു ഇൻവെസ്റ്റിഗേറ്റീവ് ജേർണലിസം, നോ പ്രോബ്ലം. പക്ഷേ ഒരു ചാനലിലോ ഒരു പത്രപ്രവർത്തകൻ്റെ മേലങ്കി അണിഞ്ഞുകൊണ്ട് രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്നത് ദയവ് ചെയ്ത് നിങ്ങൾ അവസാനിപ്പിക്കും. നികേഷിൻ്റെ വഴിയെ പോകാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് രാഷ്ട്രീയത്തിൽ വരാൻ ആഗ്രഹമുണ്ടെങ്കിൽ അന്തസ്സായിട്ട് ആണുങ്ങളെപ്പോലെ രാഷ്ട്രീയത്തിൽ പ്രവർത്തിച്ചു വരണം. അതല്ലാതെ ഏതെങ്കിലും പാർട്ടിക്ക് വേണ്ടി വിടുപണി ചെയ്യാനുള്ള ഒരു ജോലിയായി പത്രപ്രവർത്തനം ദയവ് ചെയ്ത് കാണരുത്. ഈ വൈകുന്നേരം നിങ്ങൾ കോട്ട് സൂട്ട് വിട്ട് വന്നിരുന്നത് ഈ വൈകുന്നേരം പറയുന്ന കാര്യങ്ങൾ ഈ സാധാരണ ആളുകൾ, വീട്ടമ്മമാർ, സാധാരണക്കാർ, ജനങ്ങൾ വിശ്വസിക്കുക. എന്തുകൊണ്ടാണെന്നറിയോ? നിങ്ങൾ അണിയുന്ന മേലങ്കി അതായതുകൊണ്ടാണ്. നിങ്ങളുടെ കോട്ടിൻ്റെ സൂട്ടിൻ്റെ ഗുണം കൊണ്ട് അല്ലെങ്കിൽ നിങ്ങളുടെ ഗ്ലാമർ കണ്ടിട്ടല്ല. നിങ്ങളൊരു പത്രപ്രവർത്തകൻ എന്ന നിലയിൽ ഇരുന്നാണ് ഇത് പറയുന്നത്. ഞാനിന്ന് ബാക്കിയുള്ള മീഡിയാസിനോട് എൻ്റെ ഒരു ഏണസ്റ്റ് റിക്വസ്റ്റ്, എൻ്റെ വളരെ വിനയപൂർവമായ റിക്വസ്റ്റ് ഞാൻ പറയുന്നത്, ഇന്നിപ്പോൾ എൻ്റെ കാര്യത്തിൽ എത്രയോ പേരെ നിങ്ങളിങ്ങനെ തേജോവധം ചെയ്യുന്നു. എത്രയോ പേരെ നിങ്ങൾ ഇതിൻ്റെ പേരിൽ നിങ്ങളുടെ അസംഷൻസും പ്രസംഷൻസിൻ്റെയും നിങ്ങളുടെ താല്പര്യങ്ങളുടെ പേരിലാണ്. ഇറ്റ്സ് യുവർ ഇൻട്രസ്റ്റ്. ഞാൻ പറയേണ്ടത്, നിങ്ങൾ പറഞ്ഞ നിലവാരത്തിൽ പറയാനാണ് എന്താ പറയേണ്ടതെന്നറിയോ? യു ആർ പെയ്ഡ് ഫോർ ഡൂയിങ് ദിസ് എന്ന് പറയേണ്ടതാണ് ഞാൻ.
അല്ലെങ്കിൽ എന്താണ് അടിസ്ഥാനമില്ലാത്ത? ഞാൻ ചോദിച്ചു, ഞാൻ സ്പെസിഫിക്കായി ചോദിച്ചു, അങ്ങനെ അനന്തുവിൻ്റെ മൊഴി നിലവിലുണ്ടോ എന്ന് ചോദിക്കുകയാണ്. ഐ കൺഫേം വിത്ത് ഓൾ ദ സോഴ്സസ് അവൈലബിൾ. ഇനി നാളെ ഇനിയിപ്പോൾ അയാളെ കൊണ്ട് പറയിപ്പിക്കുമെന്ന് എനിക്കറിയാം. പക്ഷേ ഈ മൊമെൻറ്റിൽ, ഞാൻ ഈ സംസാരിക്കുന്ന മൊമെൻറ്റിൽ എൻ്റെ പേര് അദ്ദേഹം പരാമർശിച്ചിട്ടില്ല എന്ന് ഉത്തരവാദിത്തപ്പെട്ട അതോറിറ്റേറ്റീവ് സോഴ്സിൽ നിന്ന് എന്നോട് പറഞ്ഞിട്ടിരിക്കെ ഞങ്ങളുടെ റിപ്പോർട്ടർ മൊഴി കണ്ടു എന്ന് പറയുന്ന അരുണിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ്, വാട്ട് ഈസ് യുവർ ക്രെഡിബിലിറ്റി? വാട്ട്സ് യുവർ ഇൻറ്റഗ്രിറ്റി? നിങ്ങളുടെ ഇൻട്രസ്റ്റ് നിങ്ങൾക്ക് നാളെ രാഷ്ട്രീയത്തിൽ വരണമെങ്കിൽ വരാലോ. അത് ഈ മേലം കേണെങ്കിൽ ഇതിനെ ഇതുപോലെ ദുരുപയോഗം ചെയ്തുകൊണ്ട് വേണം. ഇറ്റ്സ് പത്തറ്റിക്. അതുകൊണ്ട് ഞാൻ പറയും, ഞാനാണോ കള്ളം പറയുന്നത്? മാത്യു കുഴൽനാടനാണോ കള്ളം പറയുന്നത്? അത് റിപ്പോർട്ടർ ചാനലിലെ ആങ്കർ അരുണാണോ പൊതുജന സമൂഹത്തിൽ കള്ളം പറഞ്ഞതെന്ന് തെളിയിക്കാൻ നിങ്ങൾ അറ്റ്ലീസ്റ്റ് നിങ്ങൾ എത്രയോ വാർത്തകൾ നിങ്ങൾ ബ്രേക്ക് ചെയ്യുന്നവരാണ്, എത്രയോ വാർത്തകൾ അന്വേഷിച്ച് കണ്ടെത്തുന്നവരാണ്. ഞാൻ പറഞ്ഞ സത്യം പറഞ്ഞാൽ ഒരു കാര്യം പറയട്ടോ, കൈരളി ചാനൽ ഇതിലും മാന്യതയോടെ പെരുമാറി സത്യത്തിൽ. ഈ CPM ഏരിയ സെക്രട്ടറി നടത്തിയ പത്രസമ്മേളനം അവർ പറഞ്ഞത് മാത്യു കുഴൽനാടൻ MLA-യും MP-യും ഇത് പ്രചരിപ്പിക്കാൻ പ്രേരകമായെന്ന് അവർ പറഞ്ഞു. അവർക്കൊരു മാന്യതയുണ്ട്. CPM നടത്തിയ പ്രതികരണം അവർ തന്നെ രാഷ്ട്രീയ എതിരാളികളാണ് പറയാം. ഈ റിപ്പോർട്ട് ഒരു ചാനലിൻ്റെ പേരും ഒരു ഒരു ആങ്കറിൻ്റെ ഇതും വെച്ചുകൊണ്ട് ഇത്രയും മോശമായി. യുവർ ഇൻട്രസ്റ്റ് ഈസ് പൊളിറ്റിക്കൽ ഓർ യുവർ ഇൻട്രസ്റ്റ് ഈസ് സംതിങ് എൽസ്. യു ആർ നോട്ട് ഫോർ ട്രൂത്ത്. നിങ്ങൾ സത്യത്തിന് വേണ്ടിയിട്ടല്ല, നിങ്ങളുടെ താല്പര്യങ്ങൾക്ക് വേണ്ടി ഈ മാധ്യമ പ്രവർത്തനത്തെ ഇതുപോലെ ഡീഗ്രേഡ് ചെയ്യുന്ന പ്രവർത്തനം. നിങ്ങൾ ഓരോരുത്തരും അത് എക്സ്പോസ് ചെയ്തില്ലെങ്കിൽ നിങ്ങളും അതേ ബ്രാക്കറ്റിൽ വരും. എങ്ങനെയാണ് പത്രങ്ങളെ ജനം വിശ്വസിക്കുക? എങ്ങനെയാണ് മാധ്യമങ്ങളെ വിശ്വസിക്കുക? നിങ്ങൾ പറയുന്ന വാർത്തയ്ക്ക് എന്ത് ക്രെഡിബിലിറ്റിയാണുള്ളത്? അതല്ലെങ്കിൽ നിങ്ങൾ പ്രൂവ് ചെയ്യണം. ഐ പ്ലേസ് ദിസ് ആസ് എ ചലഞ്ച്. റിപ്പോർട്ടർ ചാനലിന് ആസസ് എടുക്കാൻ പറ്റുമെങ്കിൽ എടുക്കുക. ഈ മൊമെൻറ്റിൽ മാത്യു കുഴൽനാടനെതിരെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് അനന്തുവിൻ്റെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് ഞാൻ 7 ലക്ഷം രൂപ വാങ്ങി നിങ്ങൾ തെളിയിക്കണ്ട. സാധാരണക്കാരന്, സാമാന്യ ജനത്തിന് പ്രഥമദൃഷ്ടിയ സംശയം തോന്നുന്ന സാഹചര്യങ്ങളെങ്കിലും ഉണ്ടെന്ന് തെളിയിച്ചാൽ ഞാൻ ഈ പൊതുപ്രവർത്തനം അവസാനിച്ച് വീട്ടിൽ പോകും, നോ ഡൗട്ട്. പക്ഷേ നിങ്ങൾക്ക് നിങ്ങളുടെ രാഷ്ട്രീയ താല്പര്യത്തിൽ നിങ്ങൾക്ക് നാളെ നികേഷിൻ്റെ വഴി ഫോളോ ചെയ്യാൻ വേണ്ടി ഞങ്ങളെപ്പോലുള്ളവരുടെ ക്രെഡിബിലിറ്റിയും ഞങ്ങളെപ്പോലുള്ളവരുടെ ഇൻറ്റഗ്രിറ്റിയും ഞങ്ങളെപ്പോലുള്ളവരുടെ പൊതുപ്രവർത്തനത്തിൻ്റെ സുതാര്യതയും സത്യസന്ധതയും ചോദ്യം ചെയ്യാൻ ആരെങ്കിലും നിങ്ങളെ ആ ജോലി ഏൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ ദയവ് ചെയ്ത് ഇതും പിടിച്ചുകൊണ്ട് ഇങ്ങോട്ട് വരരുത്. ഇതെനിക്ക് പറയാനുള്ളത്. പക്ഷേ ഐ എം സോറി ഇഫ് ഐ എം യൂസിങ് ഹാർഷ് വേർഡ്സ്. പക്ഷേ ഞാൻ പറയുന്നത് ഐ എം കോഷനിങ് യു ഓൾ. നിങ്ങളുടെ എല്ലാവരുടെയും ക്രെഡിബിലിറ്റിയാണ് പോകുന്നത്. നിങ്ങളുടെ എല്ലാവരുടെയും മാധ്യമ പ്രവർത്തനത്തിൻ്റെ മാധ്യമ ധർമ്മത്തിൻ്റെ ഇതാണ് ക്വസ്റ്റ്യൻ ചെയ്യപ്പെടുന്നത്. ഐ എം ഓപ്പൺ ഫോർ നിങ്ങൾക്ക് ആർക്ക് വേണമെങ്കിലും എന്ത് ചോദ്യവും എന്നോട് ചോദിക്കാം. ഈവൻ നിങ്ങൾക്ക് എൻ്റെ സ്റ്റാഫിനെയോ എൻ്റെ ഓഫീസിനെയോ ഐ ഇൻവൈറ്റ് ഓൾ ഓഫ് യു. എൻ്റെ ഓഫീസിൽ CCTV ക്യാമറയുണ്ട്. അത് വേണമെങ്കിൽ നിങ്ങൾക്ക് പത്രക്കാർക്ക് ആർക്ക് വേണമെങ്കിലും ഐ വിൽ മേക്ക് ഇറ്റ് ഓപ്പൺ ടു യു. ആരെങ്കിലും വന്നിട്ടുണ്ടോ, ഇയാൾ വന്നിട്ടുണ്ടോ, കണ്ടിട്ടുണ്ടോ? എൻ്റെ വീട്ടിൽ CCTV ക്യാമറയുണ്ട്. എനിവൺ ഓഫ് യു. ഇനി പോലീസ് വേണ്ടെന്ന് റിപ്പോർട്ടർ ചാനൽ വരട്ടെ. റിപ്പോർട്ടർ ചാനൽ എന്താണ് കൊടുക്കേണ്ടത്? എൻ്റെ അക്കൗണ്ട് ഡീറ്റെയിൽസ് കൊടുക്കണോ? അതല്ല എൻ്റെ ഓഫീസിലെ ക്യാമറ അവർക്ക് പരിശോധിക്കണോ? എൻ്റെ വീട്ടിലെ ക്യാമറ പരിശോധിക്കണോ? എന്ത് വേണമെങ്കിലും പരിശോധിക്കട്ടെ. പക്ഷേ ഈ പണി രാഷ്ട്രീയം ചെയ്യേണ്ടത്, രാഷ്ട്രീയം നടത്തേണ്ടത് മാധ്യമത്തിലിരുന്നും ഈ മേലെങ്കിൽ ഇത് അയച്ചു വെച്ചിട്ട് അന്തസ്സായിട്ട് തെരുവിലിറങ്ങി പ്രവർത്തിക്കുന്നത്. ഇഫ് യു ഹാവ് പൊളിറ്റിക്കൽ ഇൻട്രസ്റ്റ് യു ഡൂ ദാറ്റ്. ഹൂ സ്റ്റോപ്സ് യു? പക്ഷെ ഇതിന് ഈ മാധ്യമ പ്രവർത്തകൻ്റെ മേലങ്കി അണിഞ്ഞ് എല്ലാ മാധ്യമങ്ങളുടെയും വിശ്വാസ്യത തകർക്കുന്നത് പോലെ എന്തെങ്കിലും താല്പര്യങ്ങളുടെ പേരിൽ ഇതുപോലുള്ള വാർത്തകൾ കൊടുക്കരുത്. ഞാൻ പറഞ്ഞു, നിങ്ങളിത് ചലഞ്ചായിട്ട് എടുത്തോ. മാത്യു കുഴൽനാടൻ അനന്തു കൃഷ്ണനുമായിട്ട് ബന്ധപ്പെട്ട ഒരു സംഭവമുണ്ട്, അതുകൂടി ഞാൻ നിങ്ങളോട് പറയാം. ഞാൻ ഈ മൂവാറ്റൂരിൽ പങ്കെടുത്തു എന്ന് പറയുന്ന പരിപാടി ഏതാണ്? എന്നെ ഇതിനു മുമ്പ് നമ്മൾ ഏതോ ഒരു പരിപാടിക്ക് ഇൻവൈറ്റ് ചെയ്യുന്നു. ഇതിനു മുമ്പ് കമ്മിറ്റ് ചെയ്ത് 2 പരിപാടിക്ക് എത്താൻ പറ്റിയില്ല. ഇതുമായിട്ട് ബന്ധപ്പെട്ട് അനന്തു കൃഷ്ണൻ ഉണ്ടായിരുന്നില്ല.